അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, പല ആളുകളും ചോദിക്കാറുണ്ട്, എൻ്റെ കടയിൽ തീരെ കച്ചവടമില്ല. ചില ആളുകൾ പറയും നല്ല കച്ചവടമായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് കച്ചവടം അങ്ങോട്ട് കുറഞ്ഞു. മറ്റു ചിലർ പറയും 2 മാസം കച്ചവടം ഉണ്ടെങ്കിൽ പിന്നെ 2 മാസം കച്ചവടം ഉണ്ടാവില്ല. എന്താണെന്നറിയില്ല, വളരെ ക്ഷീണമാണ്, കച്ചവടം ഒന്നും നടക്കുന്നില്ല, നഷ്ടമാണ്, കച്ചവടം നടത്തി ഇപ്പോൾ കടം വന്നിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും, അത് പലചരക്ക് കച്ചവടക്കാരാണെങ്കിലും കർട്ടൻ്റെ ഏർപ്പാടുള്ളവരാണെങ്കിലും സോഫൻ്റെ ഏർപ്പാടുള്ളവരാണെങ്കിലും അതുപോലെ ബേക്കറി കച്ചവടം, കൂൾബാർ കച്ചവടം, ചായ കച്ചവടം, ഹോട്ടൽ കച്ചവടം, ഏത് രീതിയിലുള്ള കച്ചവടക്കാരാണെങ്കിലും അതുപോലെ മെസ്സ് നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ പറയാനുള്ള കംപ്ലൈൻറ്റ് അതാണ്, കച്ചവടം ഉഷാറാകുന്നില്ല, നഷ്ടത്തിലാണ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു വരുന്നൊരു മരുന്നാണ് ഇന്ന്. അതായത് സൂറത്തുർ റഅദിൽ ഒരു ആയത്തുണ്ട്. ആ സൂറത്തുർ റഅദിലെ ആയത്ത് എഴുതണം. സൂറത്തുർ റഅദിൽ 3-ാമത്തെ ആയത്ത്. ഈ 3-ാമത്തെ ആയത്ത് നല്ലൊരു വൈറ്റ് പേപ്പറിൽ നല്ല ശുദ്ധിയോടുകൂടി വുളുവോടുകൂടി കിബിലക്ക് തിരിഞ്ഞിരുന്ന് എഴുതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറ വമിൻ കുല്ലി സമറാത്തി ജഅല ഫീഹാ സൗജൈനി ഇസ്നൈനി യുഗ്ശിൽ ലൈല അൻ-നഹാർ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വഹുവല്ലദീ മദ്ദൽ അർള, ഇതിനെ എഴുതണം. ഇതിനെ എഴുതിയിട്ട് ഒരു 3 കോപ്പി ഉണ്ടാക്കുക. ഒന്നിനെ പൈസ ഇടുന്ന നമ്മളെ പെട്ടിയിൽ സൂക്ഷിക്കുക. മറ്റതിനെ നമ്മൾ വിൽക്കാൻ വെക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ വെക്കണം. ഒന്ന് നമ്മുടെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ, അതായത് വെളിയിൽ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് പുറത്ത് ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് വെക്കുക. അത് തൂക്കിയിട്ടാലും കുഴപ്പമില്ല, പിന്നെ ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ കുഴിച്ചിട്ടാലും കുഴപ്പമില്ല, സൈഡിൽ കെട്ടി തൂക്കിയാലൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ 3 കോപ്പി. ഇനി വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് നമ്മുടെ കീസയിലും സൂക്ഷിക്കാം. അങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, അതുപോലെ ഈ ഒരു ആയത്ത് സൂറത്തുർ റഅദിൽ 3-ാമത്തെ ആയത്താണ്. ഈ ഒരു ആയത്ത് കടയിലിരുന്ന് ഓതുകയും ചെയ്യാം. അതുപോലെ സൂറത്തു ദുഹാൻ സൂറത്ത് നമുക്ക് എന്താക്കാം, കടയിലിരുന്ന് ഓതാം. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടയിൽ കച്ചവടം ഉണ്ടാവും. അത് ചെയ്ത് അപ്പം തന്നെ, ഇന്നത്തെ ചെയ്ത് നാളെ തന്നെ കച്ചവടം ഉണ്ടാവില്ല കേട്ടോ. അത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഓതിക്കൊണ്ടിരിക്കണം. ഇത് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഓതിക്കൊണ്ടിരിക്കുക, 11 ദിവസമെങ്കിലും ഓതിക്കൊണ്ടിരിക്കുക. ഇത് ചെയ്തതിന് ശേഷം, എഴുതി വെച്ചതിന് ശേഷം. അങ്ങനെ ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കച്ചവടമൊക്കെ ഉഷാറായിട്ട് വരും കേട്ടോ. കച്ചവടം അതിൻ്റേതായ ഹലാലായ രൂപത്തിലാണെങ്കിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ കച്ചവടത്തിലും ബർക്കത്ത് ചെയ്യട്ടെ, ഐശ്വര്യം നൽകട്ടെ. ഈ വോയിസ് ഫുള്ളായിട്ട് കേട്ട് അതുപോലെ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. ഉപകാരമുള്ള ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുത്തോളി. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.